2026 ഫെബ്രുവരി 28-ന് ഇറാനിലെ ടെഹ്റാന്റെ ആകാശം അഗ്നിഗോളങ്ങളാൽ ചുവന്നു തൊടുത്തപ്പോൾ അതൊരു ഭരണകൂടത്തിന്റെ മാത്രം തകർച്ചയായിരുന്നില്ല, മറിച്ച് ആഗോള രാഷ്ട്രീയ ക്രമത്തിന്റെ തന്നെ വലിയൊരു മാറ്റത്തിന്റെ തുടക്കമായിരുന്നു. ഇസ്രയേലും അമേരിക്കയും സംയുക്തമായി ഇറാനിൽ നടത്തിയ അതിശക്തമായ വ്യോമാക്രമണങ്ങൾ ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയുടെ മരണം സ്ഥിരീകരിക്കപ്പെട്ടതോടെ പശ്ചിമേഷ്യ പുകയുകയാണ്. എന്നാൽ ഈ യുദ്ധവാർത്തകൾക്കിടയിൽ ലോകത്തെ ഭയപ്പെടുത്തുന്ന മറ്റൊരു കാര്യം പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അന്തരിച്ച ബൾഗേറിയൻ അന്ധയായ പ്രവാചക ബാബ വാംഗയുടെ വാക്കുകളാണ്. വരാനിരിക്കുന്ന ഒരു മഹായുദ്ധത്തെക്കുറിച്ചുള്ള അവരുടെ പ്രവചനങ്ങൾ ഇറാന്റെ മണ്ണിൽ വീണ ഓരോ മിസൈലിലും പ്രതിഫലിക്കുന്നുണ്ടോ എന്ന ആശങ്കയിലാണ് ഇന്ന് ലോകം. 1996-ൽ അന്തരിച്ചെങ്കിലും ബാബ വാംഗ ഇന്നും ലോകശ്രദ്ധ ആകർഷിക്കുന്നത് അവരുടെ കൃത്യതയുള്ള പ്രവചനങ്ങളിലൂടെയാണ്. വേൾഡ് ട്രേഡ് സെന്റർ ഭീകരാക്രമണം, സുനാമി, കോവിഡ് മഹാമാരി എന്നിവയെല്ലാം അവർ മുൻകൂട്ടി കണ്ടിരുന്നു എന്ന് വിശ്വസിക്കുന്നവർ കുറവല്ല. 2026-ന്റെ തുടക്കത്തിൽ കിഴക്ക് നിന്നും ഒരു വലിയ യുദ്ധം പൊട്ടിപ്പുറപ്പെടുമെന്നും അത് ലോകത്തെ മാറ്റിമറിക്കുമെന്നും വാംഗ പ്രവചിച്ചിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ ഇസ്രയേലും ഇറാനും തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടൽ ഈ പ്രവചനത്തിന്റെ സാക്ഷാത്കാരമാകുമോ എന്നാണ് സാമൂഹിക മാധ്യമങ്ങളും രാഷ്ട്രീയ നിരീക്ഷകരും ഒരുപോലെ ചർച്ച ചെയ്യുന്നത്. കിഴക്ക് നിന്നുള്ള സംഘർഷം പടിഞ്ഞാറൻ രാജ്യങ്ങളെയും യൂറോപ്പിനെയും ബാധിക്കുമെന്ന വാംഗയുടെ വാക്കുകൾ നിലവിലെ നാറ്റോ റഷ്യൻ ബന്ധങ്ങളുടെയും പശ്ചാത്തലത്തിൽ ഏറെ ഗൗരവത്തോടെയാണ് ആളുകൾ വീക്ഷിക്കുന്നത്. യൂറോപ്പിലെ ഭൂമി വാസയോഗ്യമല്ലാതാകുമെന്നും സാമ്പത്തിക അസ്ഥിരത ലോകത്തെ പിടിച്ചുലയ്ക്കുമെന്നുമുള്ള വാംഗയുടെ പ്രവചനങ്ങൾ ആണവായുധങ്ങളുടെ ഭീഷണി നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ തികച്ചും അസ്വസ്ഥതയുണ്ടാക്കുന്ന ഒന്നാണ്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചുള്ള നീക്കങ്ങൾ ഒരുപക്ഷെ വിനാശകരമായ റേഡിയേഷൻ പ്രത്യാഘാതങ്ങളിലേക്ക് നയിച്ചേക്കാമെന്ന ഭയം വിദഗ്ധർ പങ്കുവയ്ക്കുന്നുണ്ട്. അതേസമയം തന്നെ റഷ്യ ഒരു മഹാശക്തിയായി ഉയർത്തെഴുന്നേൽക്കുമെന്ന പ്രവചനം ഇറാന്റെ തകർച്ചയിലൂടെ രൂപപ്പെടുന്ന പുതിയ ആഗോള സമവാക്യങ്ങളുമായി ബന്ധപ്പെടുത്താവുന്നതാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ സൈനിക നീക്കത്തിന് നൽകിയ വിശദീകരണം ഏറെ ശ്രദ്ധേയമാണ്. ഇറാന്റെ നിലവിലെ ഭരണകൂടം ലോകത്തിനും അമേരിക്കയ്ക്കും ഒരു അസ്തിത്വപരമായ ഭീഷണിയാണെന്നും അതില്ലാതാക്കേണ്ടത് അനിവാര്യമാണെന്നുമാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത്. ഇറാന്റെ IRGCയോട് ആയുധം വെച്ച് കീഴടങ്ങാൻ അദ്ദേഹം ആഹ്വാനം ചെയ്തു. കീഴടങ്ങുന്നവർക്ക് പൂർണ്ണമായ സുരക്ഷിതത്വം വാഗ്ദാനം ചെയ്ത ട്രംപ് എതിർക്കുന്നവർക്ക് നേരിടേണ്ടി വരുന്നത് മരണമായിരിക്കുമെന്ന് കർശനമായ മുന്നറിയിപ്പ് നൽകി. ഇറാന്റെ ഭാവി അവിടുത്തെ ജനങ്ങൾ തന്നെ തീരുമാനിക്കാനുള്ള സമയമാണിതെന്നും തലമുറകൾക്ക് ഒരിക്കൽ മാത്രം ലഭിക്കുന്ന അവസരമാണിതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ പ്രസ്താവന കേവലം ഒരു യുദ്ധപ്രഖ്യാപനമല്ല, മറിച്ച് ഇറാന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ ഒരു വലിയ അട്ടിമറി ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ്. ഖമേനിയുടെ മരണം ഇറാന്റെ രാഷ്ട്രീയ ശൂന്യതയിലേക്ക് നയിക്കുമ്പോൾ ജനങ്ങളെ ഭരണകൂടത്തിനെതിരെ തിരിക്കുക എന്ന തന്ത്രപരമായ നീക്കമാണ് വാഷിംഗ്ടൺ നടത്തുന്നത്. ഇറാന്റെ ആണവായുധ മോഹങ്ങൾ എന്നേക്കുമായി അവസാനിപ്പിക്കുക എന്നതാണ് ഇസ്രയേലിൻ്റെയും അമേരിക്കയുടെയും പ്രധാന ലക്ഷ്യമെന്ന് ബെഞ്ചമിൻ നെതന്യാഹുവും വ്യക്തമാക്കിയിട്ടുണ്ട്. യുദ്ധം പ്രഖ്യാപിക്കപ്പെട്ടതോടെ ഇറാൻ തങ്ങളുടെ വ്യോമപാത പൂർണ്ണമായും അടച്ചു കഴിഞ്ഞു. ഇത് അന്താരാഷ്ട്ര വിമാന സർവീസുകളെയും ചരക്ക് നീക്കത്തെയും കാര്യമായി ബാധിക്കും. ലെബനനിലെ ഹിസ്ബുള്ളയും യമനിലെ ഹൂതികളും ഇറാന്റെ പിന്തുണയോടെ ഇസ്രായേലിനെതിരെ കൂടുതൽ ശക്തമായ നീക്കങ്ങൾ തുടങ്ങിയാൽ അത് ഒരു പ്രാദേശിക യുദ്ധം എന്നതിനേക്കാൾ ലോകമഹായുദ്ധമായി പരിണമിക്കാൻ അധിക സമയം വേണ്ടിവരില്ല. പാകിസ്ഥാനെ പോലെയുള്ള അയൽ രാജ്യങ്ങളിൽ ഇതിനോടകം തന്നെ പ്രക്ഷോഭങ്ങൾ പൊട്ടിപ്പുറപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഖമേനിയുടെ മരണത്തിൽ പ്രകോപിതരായ ഷിയ വിശ്വാസികൾ അമേരിക്കൻ ഇസ്രായേൽ വിരുദ്ധ മുദ്രാവാക്യങ്ങളുമായി തെരുവിലുണ്ട്. ഇത് കേവലം ഒരു യുദ്ധമല്ല, മറിച്ച് മതപരവും രാഷ്ട്രീയവുമായ വൈകാരികതയുടെ ഒരു സ്ഫോടനാത്മകമായ മിശ്രിതമാണ്. രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങൾ എന്നതിനപ്പുറം ജനങ്ങൾക്കിടയിൽ ഇത് സൃഷ്ടിക്കുന്ന വേർതിരിവ് വരും വർഷങ്ങളിൽ ലോക സമാധാനത്തിന് വലിയ ഭീഷണിയാകും. ബാബ വാംഗയുടെ പ്രവചനങ്ങളെ വെറും അന്ധവിശ്വാസമെന്ന് തള്ളിക്കളയാൻ പലർക്കും തോന്നുമെങ്കിലും ആധുനിക രാഷ്ട്രീയത്തിലെ സങ്കീർണതകൾ പരിശോധിച്ചാൽ അതിൽ ചില വസ്തുതകൾ ഒളിഞ്ഞിരിക്കുന്നതായി നമുക്ക് കാണാം. യുദ്ധം അവസാനിച്ചാലും യൂറോപ്പിലെ സാമ്പത്തിക സ്ഥിതി പരിതാപകരമാകുമെന്ന പ്രവചനം ഊർജ്ജ പ്രതിസന്ധിയുമായും കുടിയേറ്റ പ്രശ്നങ്ങളുമായും ബന്ധപ്പെട്ടതാണ്. ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണ വിതരണം തടസ്സപ്പെട്ടാൽ അതിൻ്റെ ആദ്യ ഇര പടിഞ്ഞാറൻ രാജ്യങ്ങളായിരിക്കും. റഷ്യ ആഗോളതലത്തിൽ സ്വാധീനം വർദ്ധിപ്പിക്കുന്നത് പാശ്ചാത്യ രാജ്യങ്ങളുടെ പതനത്തിന് കാരണമാകുമെന്ന വാംഗയുടെ വരികൾ നയതന്ത്ര ലോകത്ത് വലിയ ചർച്ചയാകുന്നു. നമ്മൾ ഇന്ന് കാണുന്ന സംഘർഷങ്ങൾ കേവലം അതിർത്തി തർക്കങ്ങളല്ല, അത് ലോകത്തെ നയിക്കുന്ന അധികാര കേന്ദ്രങ്ങളുടെ മാറ്റമാണ്. ഇറാന്റെ പതനം മധ്യേഷ്യയിൽ ഒരു പുതിയ വിപ്ലവത്തിന് വഴിയൊരുക്കാം, അല്ലെങ്കിൽ അത് അരാജകത്വത്തിലേക്ക് നയിച്ചേക്കാം. വാംഗയുടെ വാക്കുകൾ പറയുന്നത് പോലെ ഭൂമി അസ്ഥിരമാകുന്ന അവസ്ഥ ഒരുപക്ഷെ ഭൗതികമായ തകർച്ചയല്ല, മറിച്ച് നൂറ്റാണ്ടുകളായി നമ്മൾ പിന്തുടരുന്ന രാഷ്ട്രീയ സാമൂഹിക ക്രമത്തിൻ്റെ തകർച്ചയാകാം. അയത്തുള്ള അലി ഖമേനിയുടെ അന്ത്യം ലോക ചരിത്രത്തിലെ ഒരു നിർണായക അധ്യായമാണ്. മിസ്റ്റിക് പ്രവചനങ്ങളും ആധുനിക യുദ്ധതന്ത്രങ്ങളും ഒത്തുചേരുന്ന ഈ സന്ദർഭത്തിൽ ലോക നേതാക്കൾ എത്രത്തോളം വിവേകത്തോടെ പ്രവർത്തിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ബാബ വാംഗയുടെ ഭയാനകമായ പ്രവചനങ്ങൾ പൂർണ്ണമായും യാഥാർത്ഥ്യമാകുമോ എന്നത്.
യുദ്ധം കൊണ്ട് ഒരു പ്രശ്നവും ശാശ്വതമായി പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് ചരിത്രം. ഇറാന്റെ മണ്ണിൽ വീഴുന്ന മിസൈലുകൾ ഒരുപക്ഷെ ഒരു ഭരണകൂടത്തെ ഇല്ലാതാക്കിയേക്കാം. എന്നാൽ അതുയർത്തുന്ന വിദ്വേഷത്തിന്റെയും പ്രതികാരത്തിന്റെയും തരംഗങ്ങൾ ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളെ ബാധിക്കും. പ്രവചനങ്ങൾ സത്യമാകാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുമ്പോൾ തന്നെ വിനാശകരമായ ഒരു യുദ്ധത്തിലേക്ക് ലോകം എടുത്തു ചാടാതിരിക്കാൻ നയതന്ത്രപരമായ നീക്കങ്ങളാണ് ഇപ്പോൾ ആവശ്യം. മനുഷ്യരാശിയുടെ ഭാവി പ്രവാചകന്മാരുടെ വാക്കുകളിലല്ല, മറിച്ച് സമാധാനത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഓരോ വ്യക്തിയുടെയും തീരുമാനങ്ങളിലാണ് ഇരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.